എന്താണ് അടുത്ത 4 മാസത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്? ഞാൻ MBBS കിട്ടിയിട്ടേ ഇത് അവസാനിപ്പിക്കൂ. ബിലീവ് ഇൻ യുവർ സെൽഫ്. യു ഗോട്ട് ദാറ്റ് പൊട്ടൻഷ്യൽ വിത്തിൻ യു. പകുതി മാർക്ക് പോലും ഇല്ലാത്തവനാണ് ഞാൻ ഫസ്റ്റ് ഇയർ MBBS പഠിക്കുമ്പോഴും എൻ്റെ അമ്മ ജോലിക്ക് പോവുക, ക്യാൻറ്റീനിൽ പാത്രം കഴുകാൻ. അമ്മക്ക് ഞാനിങ്ങനെ വിളിക്കുക, അമ്മൻ്റെ മോനെ ഒരു ഡോക്ടറാവാൻ പോവാണ്. ചോദ്യങ്ങളെ റിപ്പീറ്റ് ചെയ്യാത്തുള്ളൂ, പാറ്റേണുകൾ റിപ്പീറ്റ് ചെയ്യും. ഓർമ്മ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ പകുതി മോട്ടിവേറ്റഡ് ആവും. നമ്മൾ തയ്യാറാവാത്തത് കൊണ്ടാണ് തയ്യാറായി വരുന്ന പലരും റാങ്ക് പോയിട്ട് പോകുന്നത്. യെസ്, ഈ തവണ നമ്മൾ നേടും. ദിസ് ഈസ് ഗോയിങ് ടു ബി എ ഗെയിം ചേഞ്ചർ ഫോർ യു. ബിലീവ് മീ. ഹലോ നീറ്റ് ആസ്പിരൻസ്, ഈ വർഷം നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? അതിൻ്റെ ഉത്തരം ഇനിയുള്ള മാസങ്ങൾ നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. മക്കളെ, നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ അവസാന ലാപ്പിലാണ് നിങ്ങൾ. ഏതൊരു ഗെയിമിലും അവസാന ലാപ്പിലെ പെർഫോമൻസ് ആണ് വിജയിയെ നിശ്ചയിക്കുന്നത്. ആദ്യ ലാപ്പുകളിൽ നിങ്ങൾ എത്ര പിറകിലാണെങ്കിലും അവസാന ലാപ്പിൽ ഇഫ് യു ക്യാൻ മേക്ക് അപ്പ് ദാറ്റ് വിത്ത് വാട്ട് എവർ സ്ട്രാറ്റജി, യു ആർ ഗോയിങ് ടു ബി എ വിന്നർ. എന്നാൽ ആദ്യ ലാപ്പിൽ നിങ്ങൾ എത്ര മുന്നിലാണെങ്കിലും, നിങ്ങൾ എത്രയൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും അവസാന ലാപ്പിൽ നിങ്ങളുടെ ചുവടൊന്ന് പിഴച്ചാൽ നിങ്ങൾ തോറ്റുപോകാം. അങ്ങനെ അവസാനത്തിൽ ചുവട് പിഴച്ച് റാങ്കിലേക്ക് എത്താതെ പോയ ഒരുപാട് കുട്ടികളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ആദ്യമൊക്കെ ഒരുപാട് ബാക്കിൽ നിന്നിട്ടും അവസാനത്തെ മാസങ്ങളിൽ കൃത്യമായ രീതിയിൽ പ്രിപ്പയർ ചെയ്തതുകൊണ്ട് മാത്രം ഉയർന്ന വിജയങ്ങളിലേക്ക് പോയ, ഉയർന്ന റാങ്കുകൾ കിട്ടിയ ഒരുപാട് കുട്ടികളെയും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് അടുത്ത 4 മാസത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്? എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത്? ഏതൊക്കെ ചാപ്റ്ററുകൾക്കാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? എങ്ങനെയാണ് നിങ്ങളുടെ പഠനം ഷെഡ്യൂൾ ചെയ്യേണ്ടത്? എങ്ങനെയാണ് നിങ്ങളുടെ മോട്ടിവേഷൻ ഉയർന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? നിങ്ങൾക്കുണ്ടാകുന്ന നെഗറ്റീവ് തോട്ട്സിനെ, ഡിസ്ട്രാക്ഷൻസിനെ എങ്ങനെയാണ് മറികടക്കേണ്ടത് എന്നതൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഐ ആം ഡോക്ടർ ബിലാൽ മുഹസിൻ ആൻഡ് ബാക്ക് ഇൻ 2016 ഐ വാസ് എ റാങ്ക് ഹോൾഡർ ആൻഡ് കഴിഞ്ഞ 7 വർഷമായി റിപ്പീറ്റേഴ്സിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികളെ ഇന്ത്യയിലെ മികച്ച മെഡിക്കൽ കോളേജുകളിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു റിപ്പീറ്റർ ആയിരുന്നു എന്ന നിലയിലും ആൻഡ് ആസ് എ ടീച്ചർ ഓൾസോ എൻട്രൻസ് കോച്ചിങ്ങിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഈ സമയത്ത് ചെയ്യുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ ചെയ്യരുതാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്: ഈ വീഡിയോ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക, ഇത് ഫോളോ ചെയ്യുക, ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഫോളോ ചെയ്യുക എന്നത് മാത്രമാണ്. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇന്ന് വരെ പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ, ഇന്ന് വരെ ഒട്ടും പുസ്തകം തൊട്ടിട്ടില്ല, യു ഡോണ്ട് നോ ചാപ്റ്റർ ഏതാണ്, ഏതൊക്കെ പഠിക്കണം, ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, ഇന്ന് ബിലാൽ സാർ ഇവിടെ എന്തോ ഒരു മാജിക് നടത്താൻ പോവാണ്, ഈ മാജിക്കിലൂടെ ഞങ്ങൾ പഠിച്ച് റാങ്ക് കിട്ടും എന്നൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ മക്കളെ, യു ആർ ഇൻ എ റോങ് പ്ലേസ്. ഐ എം റിയലി സോറി ടു സേ. ഞാനിവിടെ ഒരു മാജിക്കും ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങൾ ഓൾറെഡി അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത കുട്ടികളാണെങ്കിൽ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല. അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ ലെവൽ ഏതായിക്കോട്ടെ, ആ ലെവൽ ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് പോകാൻ. ഇനി നിങ്ങൾ ഓൾറെഡി ഒരു ലെവലിൽ പ്രിപ്പയർ ചെയ്ത്, ഹൈ ലെവലിൽ പ്രിപ്പയർ ചെയ്ത കുട്ടിയാണെങ്കിൽ ആ പ്രിപ്പറേഷൻ ഒട്ടും പാളിപ്പോകാതെ, പതറിപ്പോകാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. രണ്ടാമത്, ഒരു കൂട്ടർ കൂടി ഈ വീഡിയോ കാണേണ്ടതില്ല. ആരാണെന്നല്ലേ? പഠിക്കാൻ തയ്യാറില്ലാത്തവർ, കഷ്ടപ്പെടാൻ തയ്യാറില്ലാത്തവർ. നീറ്റ് എന്തോ ഷോർട്ട് കട്ടിലൂടെ കിട്ടും, ഷോർട്ട് വേയിലൂടെ കിട്ടും എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിർത്തിക്കോ. ഇത് നിങ്ങൾക്കുള്ളതല്ല. ഇത് ഷോർട്ട് കട്ടിൽ കിട്ടുന്ന പരിപാടിയല്ല നീറ്റ്. കഷ്ടപ്പെടാൻ തയ്യാറുണ്ടോ? നിങ്ങളെ തന്നെ വെല്ലുവിളിച്ച്, നിങ്ങളുടെ ശീലങ്ങളെ, നിങ്ങളുടെ സ്വഭാവങ്ങളെ, നിങ്ങളുടെ ഇഷ്ടങ്ങളെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് അടുത്ത 4 മാസം നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ, 24 മണിക്കൂർ എന്ന പോലെ പഠിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കണ്ടോ. This is going to be a game changer for you. Believe me. മക്കളെ, നിങ്ങളിൽ മഹാഭൂരിഭാഗം പേരും ഈ സമയത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ടോപ്പിക്ക് തീരാത്തതോ അല്ലെങ്കിൽ വാസ്റ്റ് ടോപ്പിക്ക് കവർ ചെയ്യാനുള്ളതോ ഒന്നും ആയിരിക്കില്ല. നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ടെൻഷനും നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ഒരുപാട് നെഗറ്റീവ് തോട്ട്സും ആയിരിക്കും. ഡു യു നോ സംതിങ്? നിങ്ങളുടെ ഉള്ളിൽ ദൈവം അപാരമായ പൊട്ടൻഷ്യൽ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്വപ്നം ഇട്ട് തന്നപ്പോൾ തന്നെ ആ സ്വപ്നത്തിലേക്ക് എത്താനുള്ള പൊട്ടൻഷ്യൽ നിങ്ങളുടെ ഉള്ളിൽ ദൈവം തന്നിട്ടുണ്ട്. ആൻഡ് ഡു യു നോ, ഈ ലോകത്തെ ഏറ്റവും സങ്കടകരമായ യാഥാർത്ഥ്യം എന്താണെന്നറിയോ? ഈ ലോകത്തെ ഏറ്റവും വലിയ ദുരന്തം എന്താണെന്നറിയോ? മനുഷ്യർ അവരുടെ പൊട്ടൻഷ്യൽ ഉപയോഗപ്പെടുത്താത്തതാണ്, പൊട്ടൻഷ്യൽ ഇല്ലാത്തതല്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എത്താനുള്ള പൊട്ടൻഷ്യൽ നിങ്ങളിലുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ച് പറയണം. എനിക്ക് ഈ ഒരു അവസ്ഥ വന്നപ്പോൾ ഞാൻ ആലോചിച്ച് ഉറപ്പിച്ചൊരു കാര്യമുണ്ട് എൻ്റെ മനസ്സിൽ: ഞാൻ MBBS കിട്ടിയിട്ടേ ഇത് അവസാനിപ്പിക്കൂ. അഥവാ എനിക്ക് ഇൻ കേസ് എന്തെങ്കിലും കുറഞ്ഞു പോയാൽ എന്തിനാണ് ഞാൻ ബാക്കിയുള്ളവരെ കെയർ ചെയ്യുന്നത്? ഐ വിൽ സ്റ്റഡി. ഞാൻ വീണ്ടും ശ്രമിക്കും, എത്ര തവണ വേണമെങ്കിലും ശ്രമിക്കും. എൻ്റെ ഉള്ളിൽ പൊട്ടൻഷ്യൽ ഉണ്ട്. ഐ ആം ഗോയിങ് ടു ബി എ ഡോക്ടർ. ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു. അതുകൊണ്ടാണ് ലുക്ക്
ഹയർ സെക്കൻഡറിയിൽ മാത്സിൽ 35 മാർക്ക് മാത്രം, 80-ലാടാ 35, പകുതി മാർക്ക് പോലും ഇല്ലാത്തവനാണ് ഞാൻ. 80-ൽ 35 മാർക്ക്. നോക്കടാ ഫിസിക്സിലെ എൻ്റെ മാർക്ക്, എൻ്റെ മാർക്ക് ലിസ്റ്റ് ഇതാ, എൻ്റെ നമ്പേഴ്സൊക്കെ ഇതിനകത്തുണ്ട്, നിങ്ങൾക്ക് എടുത്ത് സെർച്ച് ചെയ്യാം. തള്ളല്ല ഞാൻ. നോക്ക്, 31 മാർക്ക് എനിക്കുള്ളൂ ഫിസിക്സിൽ, പകുതി മാർക്ക്. കെമിസ്ട്രിക്ക് 36, അതായത് പകുതി പോലും മാത്സിലില്ല. ബാക്കി സബ്ജക്റ്റിൽ പകുതി മാർക്കുള്ള ഞാൻ. എൻ്റെ റാങ്ക് ലിസ്റ്റ്, എൻ്റെ റോൾ നമ്പർ ഇവിടെ ഉണ്ട്, മെഡിക്കൽ റാങ്ക് 38. ഇതെൻ്റെ അലോട്ട്മെൻറ്റ് മെമ്മോ ആണ്. ഐ കുഡ് ഡു ദാറ്റ്. എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ വിചാരിച്ചു, എനിക്ക് പറ്റുമെന്ന് ഞാൻ ഉറപ്പിച്ചു. ബിലീവ് ഇൻ യുവർ സെൽഫ്. എനിക്കറിയാം ഈ വീഡിയോ കാണുന്ന നീ അടക്കമുള്ള ഓരോരുത്തർക്കും എന്നെക്കാൾ മാർക്ക് ഉണ്ടാകും 10th, എന്നെക്കാൾ മാർക്ക് ഉണ്ടാകും +1. പക്ഷേ നമുക്കുണ്ടാകാൻ പോകുന്ന പ്രശ്നം എന്താണെന്നറിയോ? ദാറ്റ് ഈസ് നമുക്ക് സെൽഫ് ബിലീഫ് നഷ്ടപ്പെടുക എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ബിലീവ് ഇൻ യുവർ സെൽഫ്. യു ഗോട്ട് ദാറ്റ് പൊട്ടൻഷ്യൽ. യു ഗോട്ട് ദാറ്റ് പൊട്ടൻഷ്യൽ വിത്തിൻ യു. ലുക്ക് ഗൈസ്, എൻട്രൻസ് എന്ന് പറയുന്നത് ഒരു മൈൻഡ് ഗെയിമാണ്. ഇതൊരു മൈൻഡ് ഗെയിമാണ്. എല്ലാ എൻട്രൻസുകളും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ വിവരം മാത്രം നിങ്ങൾ കണ്ടിട്ടില്ലേ? ബോർഡ് എക്സാമിൽ ഭയങ്കര പെർഫോം ചെയ്ത കുട്ടികൾ പലരും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ എൻട്രൻസിൽ എന്നെക്കാൾ വളരെ ബുദ്ധിശക്തിയുള്ള, എന്നെക്കാൾ ബോർഡ് എക്സാമിൽ എൻ്റെ 4 ഇരട്ടി മാർക്കുള്ള കുട്ടികൾ എൻട്രൻസിൽ ബാക്കിലോട്ട് പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ഇതൊരു മൈൻഡ് ഗെയിമാണ്. മൈൻഡ് പവർ ഉണ്ടാകുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മൈൻഡ് പവർ ഉണ്ട്. ആ മൈൻഡ് പവർ നിങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ ഒരു ചെറിയ പരീക്ഷണം മാത്രമാണോ എൻട്രൻസ്. നമ്മളിപ്പോൾ ഇതിനെ ഇറങ്ങി തിരിച്ചു. ഈ ചെറിയ പരീക്ഷണം നമുക്ക് നേരിടാൻ പറ്റുന്നില്ലെങ്കിൽ, നമ്മൾ ടെൻസ്ഡ് ആവുകയാണെങ്കിൽ പിന്നെ ഏത് പരീക്ഷണം നമുക്ക് നേരിടാൻ പറ്റുക? സോ ഗൈസ്, ഞാൻ എപ്പോഴും എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങൾ ഹാർഡായിട്ട് വർക്ക് ചെയ്യുക. ഓരോ സെക്കൻഡിലും വർക്ക് ചെയ്യുക. ചെറിയ പരാജയങ്ങൾ, ഒരു എക്സാമിൽ മാർക്ക് കുറഞ്ഞു, മറ്റവനേക്കാൾ എനിക്ക് യു സ്റ്റാർട്ട് കമ്പയറിങ് അല്ലേ? ഒരു എക്സാമിൽ മാർക്ക് കുറഞ്ഞു, നിങ്ങൾ പറയും അപ്പുറത്തേക്കാൾ മാർക്ക് എനിക്ക് കുറവല്ലേ, സങ്കടം. എടാ, സങ്കടപ്പെടുന്നതാണ് ഒരു വാരിയർ ചെയ്യേണ്ട കാര്യം? ഇതൊരു യുദ്ധമാണ്. വാരിയർ ചെയ്യേണ്ടത് എനിക്കെന്താണ് മിസ്റ്റേക്ക് വന്നത്, ആ മിസ്റ്റേക്ക് ഞാൻ തിരുത്തുക എന്നുള്ളതാണ്. അങ്ങനത്തെ ആളുകളെ ജീവിതത്തിൽ വിജയിക്കുള്ളൂ. നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാനുള്ള ഫസ്റ്റ് പരീക്ഷണമായിട്ട് നിങ്ങളിത് എടുത്തോളൂ. എൻട്രൻസ് കോച്ചിങ് എടുത്തോളൂ. സോ ഗൈസ്, ബിലീവ് ഇൻ യുവർ സെൽഫ്. യു ഗോട്ട് ദാറ്റ് പൊട്ടൻഷ്യൽ വിത്തിൻ യു. നിങ്ങൾ ആരുമായിട്ടും കമ്പയർ ചെയ്യേണ്ട. ഇന്നലത്തെ നിങ്ങളെക്കാൾ ഇന്നത്തെ നിങ്ങൾ മെച്ചമാണെങ്കിൽ ലുക്ക്, ഫോക്കസ് ഓൺലി ഓൺ ദാറ്റ്. എങ്ങനെ നിങ്ങളുടെ ഓരോ ദിവസവും, ഓരോ സെക്കൻഡും, ഓരോ സമയവും കൗണ്ട് ചെയ്യപ്പെടാം എന്ന് മാത്രം ആലോചിക്കുക. ഓരോ സെക്കൻഡും എങ്ങനെ പ്രൊഡക്റ്റീവായി ഉപയോഗപ്പെടുത്താം എന്ന് മാത്രം ആലോചിക്കുക. നിങ്ങൾ കമ്പയർ ചെയ്യാൻ തുടങ്ങിയാൽ, നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ട് നെഗറ്റീവായി ആലോചിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ബാക്കിലേക്കേ പോവുള്ളൂ. അത് നിങ്ങൾക്ക് ഒരു കാലത്തും പോസിറ്റീവ് തരില്ല. ലുക്ക്, ഞാൻ എൻ്റെ ഉദാഹരണം പറഞ്ഞു. എനിക്കറിയുന്ന എത്ര പേരുണ്ടെന്ന് അറിയോ? +2 ഒരു A+ പോലും ഇല്ലാത്ത, ഹയർ സെക്കൻഡറി ഒരു A+ പോലും ഇല്ലാത്ത എൻ്റെ ഫ്രണ്ട് ഉണ്ട്, സിയാവുദ്ദീൻ. അവന് ഓൾ ഇന്ത്യ 488 റാങ്ക്, കേരളം 45 റാങ്ക്. ഒരുപാട് പേരെ എനിക്കറിയാം. ഒരുപാട് പേരെ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ, എൻ്റെ കൂടെ പഠിച്ചവർ, എൻ്റെ ബാച്ച് മേറ്റ്സ്, എൻ്റെ ജൂനിയേഴ്സ്, ഒട്ടും മാർക്കില്ലാത്തവർ കയറി വന്നത്. സോ ഗൈസ്, വാട്ട് മെയ്ഡ് ദം ഡിഫറെൻറ്റ്? അവരെന്താ ഡിഫറെൻ്റ് ആക്കിയതെന്നറിയോ? അവർക്ക് റാങ്ക് ഉണ്ടാക്കി കൊടുത്തത് എന്താണെന്നറിയോ? ദ ഓൺലി തിങ് വാസ് their mind power. They were ready to do that. So first of all, be ready for that. ഇനി നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷനിലേക്ക് പോകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ ഇനിയുള്ള മാസങ്ങളിലെ പ്രിപ്പറേഷനിൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, നോ യുവർ ലെവൽ. നിങ്ങളുടെ ലെവൽ ഏതാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് അറിയണം. നിങ്ങൾ എത്രത്തോളം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ട്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ട്, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അറിയാത്ത ചാപ്റ്റർ, ഒട്ടും അറിയാത്ത ചാപ്റ്റർ, നന്നായിട്ട് അറിയുന്ന ചാപ്റ്റർ, ഇതിനെ നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യുക. അങ്ങനെ കാറ്റഗറൈസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കൊരു നല്ല ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റിയാൽ ദെൻ യു ക്യാൻ മേക്ക് എ സ്റ്റഡി പ്ലാൻ. നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത ചാപ്റ്റർ ആയിരിക്കണം നിങ്ങൾ ആദ്യം പഠിച്ചു തീർക്കേണ്ടത്. ഒട്ടും അറിയാത്ത ചാപ്റ്റേഴ്സ് അത് മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു തീർക്കണം. പിന്നെ നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിയുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ, അത് പിന്നെ ആയിരിക്കണം നിങ്ങൾക്ക് എല്ലാം അറിയുന്ന ചാപ്റ്ററിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം എല്ലാം അറിയുന്നത് തന്നെ വീണ്ടും വീണ്ടും നമ്മൾ ചില കുട്ടികളെ കണ്ടിട്ടുണ്ട്, ചിലർ ബയോളജി മാത്രം പഠിച്ചുകൊണ്ടിരിക്കുക, കെമിസ്ട്രി മാത്രം പഠിച്ചുകൊണ്ടിരിക്കുക. ഗൈസ്, ഇതെന്താ ബയോളജിയിൽ മാസ്റ്റർ ആവാനുള്ള എക്സാം എൻട്രൻസ്? നോ. കെമിസ്ട്രി മാസ്റ്റർ ആവാനുള്ള എൻട്രൻസാ? നോ. യു ഹാവ് ടു നോ എവറി ചാപ്റ്റർ. 79 ചാപ്റ്റേഴ്സ്. ഈ മുഴുവൻ ചാപ്റ്റേഴ്സും പരീക്ഷയുടെ തലേന്ന് ഒരേ ലെവലിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റാങ്കിലേക്ക് എത്താൻ പറ്റുള്ളൂ. സോ ദ തിങ് ഈസ്, നിങ്ങളുടെ ലെവൽ മനസ്സിലാക്കുക, അതനുസരിച്ച് നിങ്ങൾ ചാപ്റ്ററിനെ പ്ലാൻ ചെയ്യുക, സ്റ്റഡി പ്ലാൻ. ആൻഡ് ഗൈസ്, ദർ ഈസ് സംതിങ് എൽസ്. ഓൾവേസ് പ്രയോറിറ്റൈസ് ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സ് ആൻഡ് ടോപ്പിക്സ്. ഓരോ ചാപ്റ്ററിലും ഹൈ വെയിറ്റേജ് ആയിട്ടുള്ള ചില ടോപ്പിക്സ് ഉണ്ട്. എനിക്കറിയാം എൻട്രൻസ് അങ്ങനെ കേരള ബോർഡ് എക്സാം പോലെയോ മറ്റോ ഇങ്ങനെ റിപ്പീറ്റഡ് ചോദ്യങ്ങൾ വരുന്ന ഒരു എക്സാമൊന്നുമല്ല. പക്ഷേ ചോദ്യങ്ങളെ റിപ്പീറ്റ് ചെയ്യാത്തുള്ളൂ, പാറ്റേണുകൾ റിപ്പീറ്റ് ചെയ്യും. അവർ ചോദ്യം ചോദിക്കുന്ന ചില ചാപ്റ്റേഴ്സ് ഉണ്ട്, അതതുപോലെ റിപ്പീറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, വെൻ ഇറ്റ് കം ടു ബയോളജി, ജെനറ്റിക്സ്, സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്, സെൽ സൈക്കിൾ ആൻഡ് മോർ ദാൻ ദാറ്റ്, സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ, അതുപോലെ ബയോമോളിക്യൂൾസ്,
ഹ്യൂമൻ ഫിസിയോളജി ഏറ്റവും വെയിറ്റേജ് വരുന്ന ചാപ്റ്റേഴ്സാണ്. ജെനറ്റിക്സ് ഈസ് ഏറ്റവും വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ ഏതാ വെച്ചാൽ ജെനറ്റിക്സ് 1 ആൻഡ് ജെനറ്റിക്സ് 2. ഇത്തരം ചില ചാപ്റ്റേഴ്സ് ഇവിടെ നിന്ന് സ്ഥിരമായിട്ട് ഹൈ വെയിറ്റേജ് ചോദ്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ചാപ്റ്റേഴ്സാണ്. സോ നമ്മളെപ്പോഴും പ്രയോറിറ്റി കൊടുക്കണം അത്തരം ചാപ്റ്റേഴ്സിന്. അതുപോലെ തന്നെ നിങ്ങൾ ടോപ്പിക്സിലേക്ക് പോയാൽ ഫിസിക്സിൽ ഞാൻ വെറുതെ ഇരുന്ന് അനലൈസ് ചെയ്തതാണ്. കഴിഞ്ഞ 6 വർഷത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ ഈ മെക്കാനിക്കൽ പാർട്ട് ഉണ്ടല്ലോ, കൈനമാറ്റിക്സ് എന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ എന്താ? ആവറേജ് വെലോസിറ്റി കാണാനുള്ള ചോദ്യങ്ങൾ, ദെൻ ഫംഗ്ഷൻ തന്നിട്ട് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് d/dx ഒക്കെ ചെയ്തിട്ട് വെലോസിറ്റി കാണാൻ, ആക്സിലറേഷൻ കാണാൻ, ആ രീതിയിലുള്ള ചോദ്യങ്ങൾ, വെലോസിറ്റി ടൈം ഗ്രാഫ് ബേസ്ഡ് ചോദ്യങ്ങൾ, ഈ ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ മാത്രമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. സോ ദർ ആർ സം റിപ്പീറ്റിംഗ് പോർഷൻസ്. ഓക്കെ, ആ പോർഷൻസിന് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ കൂടുതൽ സാധ്യതയുള്ള ഭാഗങ്ങളാണത്. അപ്പോൾ ആ രീതിയിൽ പ്രയോറിറ്റൈസ് കൊടുക്കുക. രണ്ടാമത് നിങ്ങൾ പഠിച്ചു തീരാത്ത ചാപ്റ്റേഴ്സിന് ആദ്യം, അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് തോന്നുന്ന ചാപ്റ്റേഴ്സിനെ ആദ്യം പഠിച്ചു തീർക്കുക. അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഏറ്റവും ഡിഫിക്കൽട്ടാണെന്ന് തോന്നുന്ന കാര്യം ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഗൈസ് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഭയങ്കര എളുപ്പമാവും. അപ്പോൾ നമുക്ക് ഏറ്റവും കാരണം നമുക്ക് തന്നെ ഒരു മോട്ടിവേഷൻ കിട്ടും, നമുക്ക് തന്നെ ഒരു പോസിറ്റിവിറ്റി കിട്ടും, ഞാനത് ചെയ്തല്ലോ. മറ്റേത് നമ്മൾ പ്രശ്നം, നമ്മൾ ഡിഫിക്കൽട്ട് എപ്പോഴും അവസാനത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ തിങ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോവും, നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ മോട്ടിവേഷൻ നഷ്ടപ്പെടുന്നുള്ളതാണ് ഗൈസ്. സോ ദാറ്റ്സ് ഇറ്റ്. അടുത്താണ് നമ്മൾ നോക്കുന്നത് ഹൗ ടു സ്റ്റഡി, എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് ഓരോ ചാപ്റ്ററും. വാട്ട് ഓൾ ബുക്സ് ഐ നീഡ് ടു റെഫർ, അടുത്ത മാസങ്ങളിൽ ഞാൻ ഏതൊക്കെ ബുക്ക് നോക്കണം, ആൻഡ് ഡസ് PYQ ഇനഫ്. സാധാരണ എല്ലാ ടീച്ചേഴ്സും പറയുന്നതാണ് PYQ ചെയ്യും. നിങ്ങൾ എവിടെ യൂട്യൂബ് നോക്കിയാലൊക്കെ കാണാം PYQ ചെയ്യൂ, PYQ ചെയ്യൂ. സോ ഈസ് ദാറ്റ് PYQ ഇനഫ്? ഓക്കെ, ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദാറ്റ് ഗൈസ്. ഓരോ സബ്ജക്റ്റും പഠിക്കേണ്ടത് ഓരോ രീതിയിലായിരിക്കണം. നോക്കൂ, ഫിസിക്സ് നിങ്ങൾ ഇനിയുള്ള മാസങ്ങൾ ചെയ്യേണ്ടത് സ്റ്റഡി യുവർ ലെക്ചർ നോട്ട്സ്. ഇനി NCERT വായിക്കണം നിങ്ങൾക്ക് സമയമില്ല, അതിലൊന്നും നിങ്ങൾ ഒരു സമയവും കളയണ്ട. സ്റ്റഡി യുവർ ലെക്ചർ നോട്ട് നിങ്ങൾ പഠിക്കുക എന്നുള്ളതല്ല, പഠിക്കുക. വായനയും പഠനവും തമ്മിൽ വ്യത്യാസമുണ്ട്. പല കുട്ടികളും അങ്ങനെയാണ്. നമുക്ക് എത്ര പറഞ്ഞാലും, ബാറ്റിൽ ഫീൽഡ് എന്ന് പറഞ്ഞാലും ചിലർക്ക് മടി മാറാത്ത ആൾക്കാർ വായിക്കുക എങ്ങനെ ഇരുന്നിട്ട്. വായനയല്ല പഠനം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ പുസ്തകം വായിക്കുക, നിങ്ങൾ നിങ്ങളുടെ ലെക്ചർ നോട്ട് വായിക്കുക, അത് കഴിഞ്ഞ് പുസ്തകം ഒന്ന് മറിച്ച് വെക്കുക, ഒന്ന് അടച്ചു വെക്കുക, അതിനുശേഷം ഒന്ന് ഓർത്ത് നോക്കുക, ഞാൻ ഈ പഠിച്ചത് മൊത്തം എനിക്ക് ഓർമ്മയുണ്ടോ, അതിലുള്ള കോൺസെപ്റ്റുകൾ മൊത്തം എനിക്ക് ഓർമ്മയുണ്ടോ എന്ന് കൃത്യമായിട്ട് ഓർത്ത് നോക്കുക. അതിലുള്ള ഇക്വേഷൻസ് ഉണ്ടാവുമല്ലോ, ആ ഇക്വേഷൻസിനെ വേറൊരു പേപ്പറിലേക്ക് എഴുതി വെക്കുക ചാപ്റ്ററിലെ. ദാറ്റ് ഈസ് മേക്ക് ആൻ ഇക്വേഷൻ ബുക്ക്. ഫിസിക്സിൽ ഇക്വേഷൻ ബുക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ റിവൈസ് ചെയ്യാൻ പറ്റിയ ഒരു പാറ്റേൺ ആണ് ഇടയ്ക്കിടയ്ക്ക് ഈ ഇക്വേഷൻ ബുക്സ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കുക എന്നുള്ളത്. ആ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും. ഇക്വേഷൻസ് യു ആർ നോട്ട് ഗോയിങ് ടു ഫോർഗെറ്റ് മാൻ. 2016 പഠിച്ച ഇക്വേഷൻ സ്റ്റിൽ ഐ റിമെമ്പർ. nth സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. SN = U + ½ × 2n - 1. യു ആർ നോട്ട് ഗോയിങ് ടു ഫോർഗെറ്റ് ദാറ്റ്. അതായത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് റിവൈസ് ചെയ്താൽ മതി. സോ റിവിഷൻ ബുക്ക് ഇക്വേഷൻ ബുക്ക് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ലെക്ചർ നോട്ട് അല്ലാതെ മറ്റുള്ളതിനൊന്നും സമയം കളയാൻ നിങ്ങളുടെ മുന്നിലില്ല. ലെക്ചർ നോട്ട് നോക്കുക, ഇക്വേഷൻസ് ഒക്കെ ഒന്ന് വേറൊരു പേപ്പറിലേക്ക് എഴുതി വെക്കുക, കാണാതെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം. അത് കഴിഞ്ഞിട്ട് MCQ ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ MCQ ചെയ്യുമ്പോൾ നോക്കൂ, PYQ മതിയോ എന്ന് ചോദിച്ചാൽ PYQ ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ചോദ്യം വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ PYQ മാത്രം പോരാ. ഫിസിക്സിൽ PYQ മാത്രം പോരാ. നല്ല ഏതെങ്കിലും മെറ്റീരിയൽ, ഒരുപാട് മെറ്റീരിയൽസ് ഒന്നും നിങ്ങൾ ചെയ്യേണ്ട, അതിനൊന്നുള്ള സമയം ഇനി നിങ്ങൾക്കില്ല. ഏതെങ്കിലും ഒരു സ്പെസിഫിക് മെറ്റീരിയൽ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മെറ്റീരിയലാണ് പ്രദീപ്സിൻ്റെ സ്റ്റെല്ലാർ എഡിഷൻ ഫിസിക്സ്. പ്രദീപും ഞാനുമായിട്ട് പ്രത്യേകിച്ച് കോൺട്രാക്റ്റ് ഒന്നുമില്ല. പക്ഷേ എന്താ പറയുക, ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് ഞാനത് പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടെ കോച്ചിങ് സെൻറ്റേഴ്സ് നല്ല മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്തതിന് യു ക്യാൻ യൂസ് ദാറ്റ്. ഓക്കെ, അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഒട്ടും അറിയാത്ത ആളുകളാണെങ്കിൽ, ഒട്ടും ഈ സബ്ജക്ട്സ് പഠിച്ചു തുടങ്ങി മറന്നു പോയിട്ടുള്ള ആളുകളാണ്, ഇപ്പോൾ വലിയ ധാരണ ഒന്നും ഇല്ലാത്ത ചാപ്റ്റേഴ്സ് ആണെങ്കിൽ, ദെൻ വാച്ച് MCQ ബേസ്ഡ് ക്യുക്ക് റിവിഷൻ ക്ലാസ്സസ്. വളരെ ക്യുക്കായിട്ട് ഇത് റിവൈസ് ചെയ്യുന്ന വല്ല ക്ലാസ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ അത്തരം ക്ലാസ്സുകൾ മാത്രം കാണാം. അല്ലാതെ ഇനി ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് ഒന്നും കാണാൻ വേണ്ടി പോരുത്. നിങ്ങളുടെ സമയം പോകും. വെറുതെ കുറേ ഡീറ്റെയിൽഡ് ക്ലാസ് കണ്ടുകൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറേ പഠിക്കുക എന്നുള്ളതല്ലേ, പഠിച്ചത് ഓർത്തിരിക്കുക എന്നുള്ളത് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ ക്യുക്കായിട്ട് ഈ കാര്യങ്ങൾ തീർക്കുന്ന ചെറിയ ക്ലാസ്സുകൾ അവൈലബിൾ ആണെങ്കിൽ അത് കാണുക എന്നുള്ളതാണ്. ആൻഡ് ഗൈസ്, വെൻ ഇറ്റ് കം ടു കെമിസ്ട്രി, ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ലെക്ചർ നോട്ട്സ് വായിക്കുക. അതുപോലെ തന്നെ ഓർഗാനിക് കെമിസ്ട്രി, ഇനോർഗാനിക് കെമിസ്ട്രി, ഇത് രണ്ടിനും നിങ്ങൾ NCERT കൂടി വായിക്കണം. അത് ബയോളജി പോലെ തന്നെയാണ്. യു ഹാവ് ടു റീഡ് NCERT. ആൻഡ് ഗൈസ്, MCQs ചെയ്യുക. ഈ MCQ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു PYQs ചെയ്തോളൂ. PYQ കുറേ മുന്നത്തൊന്നും ചെയ്യേണ്ട. കഴിഞ്ഞൊരു 10 വർഷത്തെ PYQ മാക്സിമം അത്ര ചെയ്താൽ മതി. 2014 വേണ്ട, 2016 ശേഷമുള്ള PYQs മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ആൻഡ് ഗൈസ്, നിങ്ങളിനി വളരെ ലോ ലെവലിലാണ്, ചില ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ ആ ചാപ്റ്റേഴ്സിൻ്റെ മാത്രം MCQ ബേസ്ഡ് വളരെ ക്യുക്കായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകൾ, അത് റിവിഷൻ ഓറിയൻറ്റഡ് ആയി തന്നെയുള്ള, അത് MCQ ബേസ്ഡ് ആയ ക്ലാസ്സുകളാണെങ്കിൽ വളരെ നല്ലത്. ഓക്കെ, അതിൽ നമുക്ക് ഇക്വേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ വരുള്ളൂ, അത് ചെയ്യുക. ആൻഡ് വെൻ ഇറ്റ് കം ടു ബയോളജി,
ഇഫ് ലെക്ചർ നോട്ട്സ് ആർ അവൈലബിൾ യു ക്യാൻ റീഡ് ഇറ്റ്. സ്റ്റിൽ ബയോളജിയിൽ എന്തിനാണ് ലെക്ചർ നോട്ട് പലരും ചോദിക്കാറുണ്ട്. ബിക്കോസ് NCERT പലതും ഭയങ്കര വിയേർഡായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പല ചാപ്റ്റേഴ്സും ലുക്ക് എവല്യൂഷൻ NCERT ഭയങ്കര വിയേർഡായിട്ട് ഭയങ്കര വൃത്തിയായിട്ട രീതിയിലാണ് NCERT കൊടുത്തിട്ടുള്ളത്. ആൻഡ് ബയോമോളിക്യൂൾസ് NCERT വളരെ വൃത്തിയായിട്ട രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ജെനറ്റിക്സ് 1 NCERT ഒട്ടും രസകരമായിട്ടല്ല കൊടുത്തിട്ടുള്ളത്. സോ ദർ ആർ സം ടോപ്പിക്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പോൾ അത്തരം ടോപ്പിക്സ് ഇഫ് യു ഹാവ് ലെക്ചർ നോട്ട്സ് നിങ്ങൾക്ക് പെട്ടെന്നൊരു ക്വിക്കായിട്ടൊരു റിവിഷൻ ഐഡിയ കിട്ടും. എന്നിട്ട് നിങ്ങൾ NCERT വായിച്ചോ. എപ്പോഴും അത് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. ഓക്കെ, NCERT വായിക്കുക. നിങ്ങൾക്ക് വായിക്കാനുള്ള ഒരേ ഒരു ബുക്ക് NCERT ആണ്. ആൻഡ് ദെൻ ഇഫ് യു വാണ്ട്, ഓക്കെ, ഇൻ റെയർ കേസസ് നിങ്ങൾക്ക് ഒട്ടും ഒരു ചാപ്റ്റർ ഓർമ്മയില്ലെങ്കിൽ റിവിഷൻ ക്ലാസ്സുകൾ വളരെ ക്വിക്കായിട്ട് 1 hour 2 hour കൊണ്ട് തീർക്കുന്ന രീതിയിലുള്ള ഒരു ക്വിക്ക് ക്ലാസ്സസ് ഉണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആൻഡ് നിങ്ങളൊരു പക്ഷേ എന്നോട് ചോദിക്കാം ബയോളജിയിൽ നിന്ന് MCQ ചെയ്യേണ്ട സാറേ എന്ന് ചോദിച്ചാൽ എല്ലാ കുട്ടികളോടും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പേഴ്സണലി ബിലീവ് മീ, ഐ നെവർ ഡിഡ് എനി MCQ ഇൻ ബയോളജി. ഞാൻ ബയോളജിയിൽ MCQ ഒന്നും ചെയ്യാറില്ലായിരുന്നു. കാരണം നമ്മുടെ കോച്ചിങ് സെൻറ്റേഴ്സിൽ നിരന്തരമായിട്ട് പരീക്ഷകൾ നടക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിരന്തരമായിട്ട് നമുക്ക് പരീക്ഷകൾ കിട്ടുന്നുണ്ടാവില്ലോ. പരീക്ഷകൾ എഴുതുമ്പോൾ തന്നെ ബയോളജിയിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഏകദേശം ഫെമിലിയർ ആവും. ഓക്കെ, പിന്നെ നമ്മൾ NCERT വായിക്കുക, അത് കാണാതെ പഠിക്കാതെ കാര്യങ്ങൾ ഓർത്തിരിക്കുക എന്നുള്ളതാണ്. NCERT ലൈൻ ബൈ ലൈൻ ഒന്നും ഇപ്പോഴത്തെ എക്സാമ്പിൾക്ക് നിങ്ങൾ പഠിക്കണം എന്ന് ഞാൻ പറയില്ല കേട്ടോ. ലൈൻ ബൈ ലൈൻ ഈസ് വെരി റയർ ക്വസ്റ്റ്യൻസ് ഒക്കെ. പക്ഷേ NCERT എന്തൊക്കെ ലൈനുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ അറിയണം. സോ ദ തിങ് ഈസ് ഓൾവേസ് റീഡ് NCERT. നൗ ഹൗ മച്ച് ടൈം ഐ ഷുഡ് സ്പെൻഡ് ഓൺ സ്റ്റഡിങ് എ ഡേ? ഒരു ദിവസം ഞാൻ എത്ര സമയം പഠിക്കണം? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു ദിവസം നിങ്ങൾ എത്ര സമയം പഠിക്കണം? ഐ സേ 24 hours എ ഡേ. അതെങ്ങനെയാ സാറേ 24 hours പഠിക്കുക? എടാ 6 മണിക്കൂർ നിങ്ങൾ ഉറങ്ങിക്കോ, ബാക്കി മുഴുവൻ സമയവും പഠിക്കണം. ഞാൻ +2കാർക്കൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ പോമഡോറോ ടെക്നിക്ക് യൂസ് ചെയ്തോ. 25 minutes പഠിച്ചോ, 5 minutes റെസ്റ്റ് എടുത്തോ, 50 minutes പഠിച്ചോ, 10 minutes റെസ്റ്റ് എടുത്തോ. നോ സച്ച് റെസ്റ്റ് എടുക്കുന്നവർക്കുള്ളതല്ല ഇത്. ഓപ്പറേഷൻ്റെ ഇടയിൽ റെസ്റ്റ് എടുക്കുമോ നിങ്ങൾ ഡോക്ടേഴ്സ് ആയിരിക്കുമ്പോൾ? നോ, യു ആർ ഗോയിങ് ടു ബി ഡോക്ടേഴ്സ്, യു ആർ ഗോയിങ് ടു ബി ഹീറോസ് ഓഫ് ടുമോറോ. അതുകൊണ്ട് റെസ്റ്റിനെ കുറിച്ച് ആലോചിക്കേണ്ട. അതിനർത്ഥം റെസ്റ്റ് എടുക്കേണ്ട എന്നല്ല. എപ്പോഴും ലുക്ക്, യു ഷുഡ് റെഡി ഫോർ എവറിത്തിങ്. മുഴുവൻ സമയം ഇരുന്ന് പഠിക്കാൻ നിങ്ങൾ തയ്യാറാവണം. നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാൻ പറ്റും. രാവിലെ എണീറ്റ പാട് കുളിച്ച് നേരെ ഇങ്ങ് വരിക, പഠിക്കാൻ വേണ്ടിയിരിക്കുക. അതിൻ്റെ അടുക്ക് പ്രാർത്ഥിക്കാനും മറ്റൊക്കെ ഉണ്ടെങ്കിൽ അതും ചെയ്തോ. ഞാൻ എല്ലാ ദിവസവും എൻ്റെ റിപ്പീറ്റ് കാലത്ത് രാവിലെ എണീക്കും, എന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു പോസിറ്റീവ് എനർജി ഉണ്ടായിരുന്നു. എൻ്റെ മോട്ടിവേഷൻ നിലനിർത്തുന്നതിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചൊരു ഘടകമായിരുന്നു പ്രാർത്ഥന എന്നുള്ളത്. ഇപ്പോൾ രാവിലെ എണീക്കുക, പ്രാർത്ഥിക്കുക. ദൈവത്തോട് നിങ്ങൾ എന്തിലാണോ വിശ്വസിക്കുന്നത് അതിനോട് പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ഡോപ്പാമിനെ നിങ്ങൾ വർദ്ധിപ്പിക്കുക ചെയ്യുന്നത്. ആ ഡോപ്പാമിൻ സർജ് ഉണ്ടല്ലോ, അത് നിങ്ങളുടെ ഫോക്കസ് വർദ്ധിപ്പിക്കും, നിങ്ങളുടെ മോട്ടിവേഷൻ ലെവൽ വർദ്ധിപ്പിക്കും, നിങ്ങളുടെ എനർജി വർദ്ധിപ്പിക്കും. സോ രാവിലെ എണീറ്റ പാടി ഈ കാര്യങ്ങൾ ചെയ്യുക. ഉടനെ വന്ന് പഠിക്കാനിരിക്കുക. അങ്ങനെ പഠിക്കാനിരുന്ന് രാവിലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു 3 ഷിഫ്റ്റ് ആക്കാം. രാവിലെ ഒരു സെറ്റ് പഠിക്കുക, എന്നിട്ടൊരു ചെറിയ ഗ്യാപ്പ്, നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ സമയത്ത് വേണമെങ്കിൽ ഒരു കുഞ്ഞ് റെസ്റ്റൊക്കെ നിങ്ങൾക്ക് ആലോചിക്കാം. ഭക്ഷണം കഴിക്കുന്ന സമയം അതിനെ റെസ്റ്റാക്കി എടുക്കുക. അത് കഴിഞ്ഞാൽ നേരെ അടുത്ത സെറ്റ് പഠനത്തിന് ഇരിക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ഭക്ഷണത്തിൻ്റെ വല്ല ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ സമയത്ത് റെസ്റ്റ് എടുക്കുക, വീണ്ടും പഠിക്കുക. യെസ്, യു ക്യാൻ മാൻ, യു ക്യാൻ. അതല്ലാതെ കിട്ടൂല. ഇത് ഷോർട്ട് കട്ടിനുള്ളവർക്കുള്ളതല്ല എൻട്രൻസ്. ആൻഡ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്, ഒരു ദിവസം മൊത്തം ഫിസിക്സ് പഠിക്കുക, ഒരു ദിവസം മൊത്തം കെമിസ്ട്രി പഠിക്കുക. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് പോസിബിൾ ആവില്ല. ഇത് ചിലപ്പോൾ നമുക്ക് മടുക്കും. അങ്ങനത്തെ ഒരു ബേൺ ഔട്ട് വരികയാണെങ്കിൽ ഞാനെപ്പോഴും ചെയ്തിരുന്നതാണ്, ഞാൻ ബയോളജി പഠിക്കും ആദ്യം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിക്കും, എന്നിട്ട് സബ്ജക്റ്റ് ഒന്ന് മാറ്റി പഠിക്കും, എന്നിട്ട് സബ്ജക്റ്റ് ഒന്ന് മാറ്റി പഠിക്കും. ഈ രീതിയിൽ 3 ഷിഫ്റ്റുകളായിട്ടോ 2 ഷിഫ്റ്റുകളായിട്ടോ ഒക്കെ ഓരോ ദിവസവും നിങ്ങളുടെ പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകും. അത് നിങ്ങൾ ഉണ്ടാക്കുന്ന ടൈം ടേബിൾ, നിങ്ങളുടെ ലെവൽ ബേസ് ചെയ്ത് നിങ്ങളൊരു ടൈം ടേബിൾ ഉണ്ടാക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടൈം ടേബിളിനെ അടിസ്ഥാനമാക്കി തന്നെ നിങ്ങളുടെ പഠനം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. ആൻഡ് ഗൈസ്, നെവർ മിസ് യുവർ ചാപ്റ്റർ വൈസ് ടെസ്റ്റ് ആൻഡ് ക്യുമുലേറ്റീവ്സ്. എക്സാമുകൾ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇങ്ങനെയൊക്കെ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ പഠിക്കുന്ന ഏത് കോച്ചിങ് സെൻറ്റർ ആയാലും നിങ്ങൾക്ക് നിരന്തരമായി എക്സാമുകൾ ഉണ്ടാകും. ഡെയിലി ടെസ്റ്റുകൾ ഉണ്ടാവും, ക്യുമുലേറ്റീവ് ടെസ്റ്റുകൾ ഉണ്ടാവും, അത് കഴിഞ്ഞ് ഹോൾ ടെസ്റ്റുകൾ ഉണ്ടാവും. ഒരു ടെസ്റ്റുകളും നിങ്ങൾ ഒഴിവാക്കരുത്. ഹോൾ ടോപ്പിക് ടെസ്റ്റ് അടക്കം ഒരു ടെസ്റ്റ് ഒഴിവാക്കരുത്. എജുപോർട്ടിലൊക്കെ ഡെയിലി ടെസ്റ്റുകളാണ്. നമ്മൾ വിചാരിക്കും ടെസ്റ്റ് എന്തിനാണ്? ഈ ടെസ്റ്റുകളാണോ നിങ്ങളുടെ കോമ്പീറ്റൻസി വർദ്ധിപ്പിക്കുന്നത്. ഈ ടെസ്റ്റുകളാണ് നിങ്ങളെ ടൈം മാനേജ്മെൻറ്റ് പഠിപ്പിക്കുന്നത്. ഈ ടെസ്റ്റുകളാണ് നിങ്ങളെ മെൻ്റൽ സ്ട്രെങ്ത് ഉണ്ടാക്കി തരുന്നത്. ഈ ടെസ്റ്റുകളാണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് തരുന്നത്. അതുകൊണ്ട് ടെസ്റ്റുകൾ നിങ്ങൾ മിസ്സാക്കരുത്. ഓരോ ടെസ്റ്റുകളും നിങ്ങൾ കൃത്യമായി തന്നെ പഠിക്കുക, എഴുതുക. ഇതിൻ്റെ കൂടെ തന്നെ ആ ടെസ്റ്റുകൾ കൂടി നിങ്ങൾ ഫോളോ ചെയ്യുക. ആൻഡ് ദ ഫൈനൽ തിങ്, ഹൗ ടു മെയിൻറ്റെയിൻ മൈ മോട്ടിവേഷൻ. നമ്മൾ മോട്ടിവേറ്റഡായി. ഇപ്പോൾ സാറ് പറഞ്ഞു ഞാൻ മോട്ടിവേറ്റഡായി, ഞാൻ ഇന്ന് പഠിക്കാൻ തുടങ്ങും. സാറേ, ഇനി എൻ്റെ മോട്ടിവേഷൻ എങ്ങനെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാം എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ, മക്കളെ, നമ്മുടെയൊക്കെ മോട്ടിവേഷന് സംഭവിക്കുന്ന കാര്യം എന്താ? നമ്മളിടയ്ക്ക് മോട്ടിവേറ്റഡ് ആവും, ഒന്ന് ബേൺ ഔട്ട് ആവും, വീണ്ടും മോട്ടിവേറ്റഡ് ആവും, എന്തെങ്കിലും നോക്കി വീണ്ടും ബേൺ ഔട്ട് ആവും, വീണ്ടും മോട്ടിവേറ്റഡ് ആവും. ലുക്ക്, ഇങ്ങനെ തന്നെയാണ് മനുഷ്യരുടെ എല്ലാവരുടെയും കേസ്. നമ്മൾ മോട്ടിവേഷൻ ഇടയ്ക്കിടയ്ക്ക് താഴ്ന്നു പോകും. അങ്ങനെ താഴ്ന്നു പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന മനുഷ്യരുമായി നിരന്തരം കണക്റ്റഡ് ആയിരിക്കണം. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന മനുഷ്യരുമായി നിരന്തരം കണക്റ്റഡ് ആയിരിക്കുക. മോട്ടിവേറ്റ് ചെയ്യുന്ന മനുഷ്യരുമായി മാത്രം സംവദിക്കുക. എപ്പോഴും നമ്മുടെ സ്വപ്നത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടേയിരിക്കുക.
മക്കളെ, നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും ഈ 4 മാസത്തെ നമ്മുടെ കഷ്ടപ്പാടുണ്ടല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മെയ് 4 പരീക്ഷ കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് ഇറങ്ങുക. പരീക്ഷ കഴിഞ്ഞ് നമുക്ക് നല്ലൊരു മാർക്കുണ്ട്. നമുക്ക് പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ ഉറപ്പാകും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് 2016 അന്ന് പരീക്ഷ കഴിഞ്ഞ് കിണാശ്ശേരി സ്കൂളിൽ നിന്ന് ഞാനിങ്ങനെ ഇറങ്ങിയിട്ട് എൻ്റെ ഉമ്മാനെ കോൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, എൻ്റെ ഉമ്മ കൂലിപ്പണി എന്നൊക്കെ പറയും. നമുക്ക് ക്യാൻറ്റീനിൽ പാത്രം കഴുകിയിട്ടും ആളുകളുടെ വീട്ടിൽ പാത്രം കഴുകിയിട്ടൊക്കെ എന്നെ നോക്കിയിരുന്നു. ആ സമയത്ത് എൻ്റെ അമ്മ പണിക്ക് പോവുക. ഞാൻ ഫസ്റ്റ് ഇയർ MBBS പഠിക്കുമ്പോഴും എൻ്റെ അമ്മ ജോലിക്ക് പോവുക ക്യാൻറ്റീനിൽ പാത്രം കഴുകാൻ. അമ്മക്ക് ഞാനിങ്ങനെ വിളിക്കുക, ഉമ്മാൻ്റെ മോനൊരു ഡോക്ടറാവാൻ പോവാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 2.5 സെൻറ്റ് സ്ഥലത്തെ 4 ഭാഗവും ചോർന്നൊലിക്കുന്നൊരു കൂരയിലായിരുന്നു ഞങ്ങൾ. എനിക്ക് എൻട്രൻസിൽ റാങ്ക് കിട്ടിയിട്ട് സമ്മാനം തരാൻ വന്ന ആളുകൾക്ക് കയറി നിൽക്കാൻ പോലും സ്ഥലമില്ലാത്തൊരു വീട്ടിൽ നിന്നാണ് ഞാൻ എൻട്രൻസ് വാങ്ങിയത്. ഞാൻ ആ ഒരു വർഷത്തെ എൻ്റെ കഷ്ടപ്പാടുണ്ടല്ലോ, ഞാൻ അവസാനത്തെ മാസങ്ങളെടുത്ത കഷ്ടപ്പാടുണ്ടല്ലോ, ഞാൻ അന്നാ റിലാക്സ് ചെയ്തത്. ഞാൻ എൻ്റെ ഉമ്മാക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മാൻ്റെ മോൻ ഡോക്ടറാവാൻ പോവാം, ഉമ്മ ഒരു ഡോക്ടറുടെ ഉമ്മയാവാൻ പോവാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം, പിന്നെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സന്തോഷം ഈ ഒരു സമയത്തെ കഷ്ടപ്പാട് കൊണ്ട് നിങ്ങൾക്ക് കിട്ടും. ഇനി അതല്ല, ഈ സമയത്ത് നിനക്ക് റെസ്റ്റ് എടുക്കണം, ഈ സമയത്ത് നിനക്ക് കിടന്നുറങ്ങണം, ഈ സമയത്ത് 10 മിനിറ്റ് വായിച്ച 5 മിനിറ്റ് നിനക്ക് റെസ്റ്റ് വേണം, നിനക്ക് മൊബൈൽ എടുക്കണം, നിനക്ക് TV കാണണം, നിനക്ക് വേറെ എവിടെയെങ്കിലും കറങ്ങാൻ പോകണം റെസ്റ്റിന് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പരീക്ഷ കഴിഞ്ഞിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമുണ്ടോ? പരീക്ഷ കഴിഞ്ഞിട്ട് പിന്നെ എത്ര റെസ്റ്റ് എടുക്കാതെ കുത്തി നിന്ന് പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ദിസ് ഈസ് ദ ടൈം. ഇതാണ് ആ ഫൈനൽ ലാപ്പ്. ആ ഓർമ്മ എപ്പോഴും നമുക്കുണ്ടാവുക. ആ ഓർമ്മ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ പകുതി മോട്ടിവേറ്റഡ് ആവും. ആ ഓർമ്മ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് പകുതി ഡിസ്ട്രാക്ഷൻസ് നമ്മളിൽ നിന്ന് പോകും. ഇനി അങ്ങനെയൊന്നും ഡിസ്ട്രാക്ഷൻ പോകുന്നില്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ നമ്മുടെ മോട്ടിവേഷൻ ലെവൽ ഹൈ ആയി ഉയർത്താൻ വേണ്ടി എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ഷീണിക്കും, നമ്മൾ ബേൺ ഔട്ട് ആകും. അത് മനുഷ്യൻ്റെ സ്വാഭാവികതയാണ്. അത് സ്വാഭാവികതയാണ്. നമ്മൾ ക്ഷീണിക്കും, നമ്മൾ ടെൻസ്ഡ് ആവും, നമ്മൾ ബേൺ ഔട്ട് ആവും, മോട്ടിവേഷൻ ലോ ആകും. പക്ഷെ ആ സമയത്തുണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ അങ്ങോട്ട് തീരുമാനിക്കുക, ഞാൻ ഓക്കെയാണ്, ഞാൻ അടിപൊളിയാണ്, എനിക്ക് നല്ല എനർജി ഉണ്ട്, ഞാൻ പഠിക്കും. എടാ, നമുക്കൊക്കെ ഇടയ്ക്ക് വിശക്കാറില്ലേ? നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. നമുക്ക് വിശക്കുമ്പോൾ കുറേ സമയം നമ്മൾ വിശക്കുമ്പോൾ ഫുഡ് കഴിക്കാതെ എങ്ങാനും നിന്നാൽ, നോമ്പ് നോൽക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം, ഉച്ചയാകുമ്പോൾ നമുക്ക് വിശക്കാൻ തുടങ്ങും അല്ലേ? നമ്മൾ കുറേ സമയം ഫുഡ് കഴിക്കൂല. അങ്ങനെ കുറേ അങ്ങോട്ട് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കാൻ തിന്നുന്നില്ല. കുറേ കഴിയുമ്പോൾ നമ്മുടെ വിശപ്പ് നമ്മൾ പോലും അറിയാതെ പോകും. അതുപോലെ നിൻ്റെ ക്ഷീണം പോകും, അതുപോലെ നിൻ്റെ ഡിസ്ട്രാക്ഷൻ, നിൻ്റെ ഡീമോട്ടിവേഷൻ പോകും. നീ അതിനെ മൈൻഡ് ആക്കാതെ നിന്നാൽ മതി. ടെൻഷൻ വരുമ്പോൾ, ക്ഷീണിച്ചു എന്ന് തോന്നുമ്പോൾ, ഇനി ഇവിടെ നിന്ന് എണീക്ക പഠിക്കുന്നിടത്തുനിന്ന് എന്നിട്ട് പോയിട്ട് വേറെ വല്ലതും ചെയ്യാൻ തോന്നുമ്പോൾ അവിടെ തന്നെ ഇരിക്കുക. ഞാൻ പോകൂല തീരുമാനിക്കുക. കുറച്ച് സമയം ഞാൻ നല്ല എനർജിയിലാണെന്ന് വിചാരിച്ച് അവിടെ തന്നെ ഇരുന്ന് പഠിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ ആ ഡിസ്ട്രാക്ഷൻ നിങ്ങളെ വിട്ട് മറ്റെവിടേക്കെങ്കിലും പോകും. സോ ഗൈസ്, യൂസ് ദീസ് തിങ്സ്. ഈ കാര്യങ്ങൾ ഉപയോഗിക്കുക. എല്ലാ സമയത്തും നിങ്ങളുടെ സ്വപ്നത്തിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. നിങ്ങളുടെ സ്വപ്നത്തെ ഉയർത്താൻ പറ്റുന്ന ആളുകളുമായി നിരന്തരമായിട്ട് കണക്ട് ചെയ്യുക. ആൻഡ് വി എജുപോർട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. 2-3 കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്ന്, നിങ്ങളുടെ മോട്ടിവേഷൻ നിലനിർത്താൻ എല്ലാ ദിവസവും ഇനി നമ്മുടെ ഒരു മോർണിംഗ് വൈബ് സെഷൻ കേരളത്തിലെ മുഴുവൻ കുട്ടികൾക്ക്, അത് റിപ്പീറ്റേഴ്സിനായിക്കോട്ടെ, ഇനി +2ൻ്റെ കൂടെ എൻട്രൻസ് നോക്കുന്ന കുട്ടികളായിക്കോട്ടെ, ആർക്കായാലും എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഞാനോ അല്ലെങ്കിൽ അജാസ്കയോ നമ്മുടെ ഒരു സെഷൻ ഉണ്ടാകും. ഞങ്ങളിത് അച്ചീവ് ചെയ്ത ആളുകളാണ്. വി നോ ഹൗ ടു ഡീൽ. ഞങ്ങൾ നിങ്ങളുമായിട്ട് എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് നമ്മൾ തമ്മിലൊരു സംസാരം, നല്ല കാര്യങ്ങൾ പറയുന്നു, മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നു, പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നൽകുന്നു. ആൻഡ് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ള ആളുകളൊക്കെ അതിനകത്ത് ജോയിൻ ചെയ്തോ. നമുക്ക് വേറെ ഒരു ലക്ഷ്യങ്ങളും ഇല്ല. നമുക്ക് നിങ്ങൾ അതിന് പൈസ തരികയോ ഒന്നും വേണ്ട. അത് നമ്മുടെ ഒരു സന്തോഷമാണ്. എനിക്കെപ്പോഴും ആഗ്രഹം, ഒരു ലെവലും ഇല്ലാത്തതെന്ന് നാട്ടുകാർ മുഴുവൻ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ടീച്ചേഴ്സ് മുഴുവൻ പറഞ്ഞിരുന്ന ഒരുത്തനിൽ നിന്ന് എനിക്കിവിടം വരെ എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ അതിൻ്റെ 10 ഇരട്ടി പറ്റും. അങ്ങനെ കഴിവുണ്ടായിട്ടും എവിടെയും എത്താതെ കുട്ടികളായി പോകരുത് എന്ന് നമുക്ക് നിർബന്ധമുണ്ട്. ആ നിർബന്ധം കൊണ്ടാണ്. രണ്ടാമത് നമ്മൾ ആരംഭിക്കുന്ന അടുത്തൊരു കാര്യമാണ് NCERT ലൈൻ ബൈ ലൈൻ സീരീസ്. നോക്കൂ, നമ്മുടെ ബയോളജി NCERT ലൈൻ ബൈ ലൈൻ ഇപ്പോഴും അറിയാത്ത കുട്ടികൾ ഒരുപാട് പേരുണ്ട്. നമുക്ക് മെസ്സേജുകളും മറ്റൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ NCERT ലൈൻ ബൈ ലൈൻ ഓരോ വേർഡും പോസ്റ്റ്മോർട്ടം ചെയ്ത് കീറി മുറിച്ച് ആ വേർഡിനകത്ത് നിന്ന് എന്തൊക്കെ ചോദിക്കാം, അതിൻ്റെ ഓരോന്നിൻ്റെയും മീനിങ് എന്താണെന്ന് കൃത്യമായി പറയുന്ന രീതിയിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ 2.5 മണിക്കൂറോ കൊണ്ട് പരമാവധി ഓരോ ചാപ്റ്റേഴ്സും തീർക്കുന്ന രീതിയിൽ കംപ്ലീറ്റ് ബയോളജിയുടെ ലൈൻ ബൈ ലൈൻ സീരീസ്. അതുപോലെ തന്നെ കെമിസ്ട്രി
കെമിസ്ട്രിയിൽ ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് കെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രിയിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ ആവശ്യം കാര്യമായിട്ട് വരുന്നില്ല. ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് കെമിസ്ട്രിയുടെ ലൈൻ ബൈ ലൈൻ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഫിസിക്സിൻ്റെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് നമ്മൾ ഇടയ്ക്ക് തരും. കാരണം ഫിസിക്സിലും ഈ അടുത്ത കാലത്തായിട്ട് കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വളരെയധികം വരുന്നുണ്ട്. ആൻഡ് ഓരോ സബ്ജക്റ്റിലും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതാണ്, ഏറ്റവും വെയിറ്റേജ് ടോപ്പിക്സ് ഏതാണ് എന്നതുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആൻഡ് ഗൈസ് ലുക്ക്, ഒരുപാട് കുട്ടികൾ ഇതുപോലെ തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സാറേ ഞങ്ങൾ പല സ്ഥലത്തും റിപ്പീറ്റ് പകുതി വെച്ച് നമുക്ക് ആ ഒരു വേണ്ട വൈബിൽ എത്തിപ്പെടാനോ വേണ്ട ലെവലിലേക്ക് കീപ്പ് ചെയ്യാനോ ഒന്നും പറ്റാതെ നമ്മൾ റിപ്പീറ്റ് ഡ്രോപ്പ് ഔട്ട് ചെയ്ത ആളുകളുണ്ട്. അല്ലെങ്കിൽ ഓൺലൈനിൽ പല സ്ഥലത്തും റിപ്പീറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ നമുക്ക് ആ ഒരു ലെവൽ കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ പറയുന്ന കുട്ടികൾക്കായിട്ട് നമ്മുടെ എജുപോർട്ട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബാച്ച് യോദ്ധ 700+ എന്ന് പറയുന്ന നമ്മുടെ ഒരു എക്സ്റ്റെൻഡഡ് ക്രാഷ് പ്രോഗ്രാമാണ്. എക്സ്ക്ലൂസീവ്ലി ഫോർ ഡ്രോപ്പേഴ്സ് അല്ലെങ്കിൽ റിപ്പീറ്റേഴ്സിന് വേണ്ടി മാത്രമുള്ളതാണ്. ജനുവരി 2 തുടങ്ങുന്ന നമ്മുടെ ഈ ഒരു ബാച്ചിൽ 75 ദിവസം കൊണ്ട് 150-ലധികം യൂണിറ്റ് ടെസ്റ്റുകളും അത് തന്നെ പ്രീ ടെസ്റ്റുകൾ, പോസ്റ്റ് ടെസ്റ്റുകൾ എന്ന രീതിയിൽ കൃത്യമായി നമ്മൾ സ്കെഡ്യൂൾ ചെയ്തിട്ടുള്ള ഒരു സംവിധാനത്തിലൂടെയാണ് നടക്കുന്നത്. അതിന് പുറമെ 10-ലധികം വീക്ക്ലി ആൻഡ് ക്യുമുലേറ്റീവ് ടെസ്റ്റുകളും 10-ലധികം മെഗാ ടെസ്റ്റുകളിലൂടെയും നിങ്ങൾ ഏത് ലോ ലെവലിലാണെങ്കിലും നിങ്ങളെ മാക്സിമം പൊട്ടൻഷ്യലിലേക്ക്, നിങ്ങൾക്ക് ലഭിക്കാവുന്ന മാക്സിമം മാർക്കിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് പുറമെ ഇത് കേവലം ഒരു എക്സാമിൻ്റെയോ സ്റ്റഡി മെറ്റീരിയൽസിൻ്റെയോ മാത്രം കാര്യമല്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് അടുത്ത 4 മാസത്തേക്ക് നിങ്ങളെ നമ്മളൊരു ജീവിത ശൈലിയിലൂടെ കൊണ്ടുപോകാൻ പോവുകയാണ്. രാവിലെ 5:30 മണിക്ക് തുടങ്ങിയിട്ട് രാത്രി 11:30 മണി വരെ നിങ്ങളുടെ സ്റ്റഡി സ്കെഡ്യൂൾ ചെയ്ത്, കൃത്യമായ രീതിയിൽ സ്കെഡ്യൂൾ ചെയ്ത്, അതിനകത്ത് നമ്മുടെ എജുപോർട്ടിലെ ഏറ്റവും പ്രീമിയം ഫാക്കൽറ്റീസിൻ്റെ മാത്രം ക്ലാസ്സുകൾ ഓരോ ചാപ്റ്ററും. കാരണം ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചാപ്റ്റേഴ്സ് പലതും മറന്നുപോയിട്ടുണ്ടാവും, ചിലതിൽ ഡൗട്ട് ഉണ്ടാവും, കൺഫ്യൂഷൻസ് ഉണ്ടാവും. നോട്ട് എവരി വൺ ആർ സെയിം. അത്തരം കുട്ടികൾക്ക് നമ്മുടെ ഏറ്റവും പ്രീമിയം ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സുകൾ ഇതിനോട് കൂടെ തന്നെ ലഭ്യമാകുന്ന രീതിയിൽ. അതുമാത്രമല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില പ്രത്യേക ഏരിയകളിൽ നിന്ന് ചോദ്യം വരുമെന്ന്. ആ ഏരിയകളെ അധിഷ്ഠിതമാക്കി തയ്യാറാക്കിയ നമ്മുടെ ക്രിസ്പ് സ്റ്റഡി മെറ്റീരിയലും ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഉണ്ടാകും. ഈ മെറ്റീരിയൽ അടക്കം കിട്ടുന്ന രീതിയിലാണ് ഈ ക്ലാസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു കാര്യം ഞാൻ പറയാം, ഇത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകും. 2 രീതിയിലും ഇത് അവൈലബിൾ ആണ്. ഓഫ്ലൈനും ഉണ്ട്, ഓൺലൈനും ഉണ്ട്. ഇൻ കേസ് നിങ്ങൾ ഓഫ്ലൈനായിട്ടോ ഓൺലൈനായിട്ടോ ഇതിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ മക്കളെ, നിങ്ങൾ പഠിക്കാൻ തയ്യാറായിരിക്കണം. ഞങ്ങൾ നിങ്ങൾക്ക് റെസ്റ്റ് തരൂല. നിങ്ങളെ റെസ്റ്റ് എടുക്കാൻ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടിയെയും ഒരു സെക്കൻഡ് പോലും ഞങ്ങൾ റെസ്റ്റ് എടുക്കാൻ അനുവദിക്കില്ല. അതിനർത്ഥം ഞങ്ങൾ ജയിലിലാക്കുമെന്നല്ല. ഇത് പഠിക്കേണ്ട ഒരു സ്റ്റൈലുണ്ട്, ഒരു ശൈലിയുണ്ട്. ആ ശൈലിയിൽ നിങ്ങൾക്കൊക്കെ പഠിക്കാൻ പറ്റും. നമ്മൾ ഇരുത്തി പഠിപ്പിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കഷ്ടപ്പെടാൻ തയ്യാറുള്ളവർ മാത്രം ഇതിനകത്ത് ജോയിൻ ചെയ്താൽ മതി. നിങ്ങളെ മാക്സിമം റിസൾട്ടിലേക്ക് ഞങ്ങൾ എത്തിക്കും. അത് ഞങ്ങളുടെ ടെൻഷനാണ്. ഡോണ്ട് ബോദർ അബൌട്ട് ദാറ്റ്. റിസൾട്ട് ഞങ്ങൾ ഉണ്ടാക്കി തരും. നിങ്ങൾ പഠിച്ചാൽ മതി ഞങ്ങൾ പറയുന്ന രീതിയിൽ. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഓൺലൈനിന് നമുക്ക് വരുന്ന പ്രൈസ്, അധ്യാപകരുടെ ക്ലാസ് അടക്കമുള്ള ഓരോന്നിൻ്റെയും ക്ലാസ് അടക്കം നിങ്ങൾ ഓൺലൈനിൽ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു പ്രൈസ് വരുന്നത് 6,999 രൂപയാണ്. GST അടക്കമുള്ള ഒരു പ്രൈസാണ്. എന്നാൽ ഓഫ്ലൈനിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഹോസ്റ്റൽ ഫീ കൂടെ, അതിൻ്റേതായിട്ടുള്ള ഹോസ്റ്റൽ ഫീ കൂടെ നിങ്ങൾക്ക് വരും. പിന്നെ നിങ്ങൾക്ക് ഫുൾ ടൈം അധ്യാപകർ അവിടെ അവൈലബിൾ ആയിരിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ചെയ്യാൻ പറ്റും. ആൻഡ് ഗൈസ്, നിങ്ങൾക്ക് ഇതൊന്നും ആവശ്യമില്ല, അധ്യാപകരുടെ ക്ലാസ് ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ നോക്കൂ. സ്റ്റഡി മെറ്റീരിയൽ നമ്മുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അടക്കമുള്ളത് മാത്രമാണ് വേണ്ടതെങ്കിൽ വെറും 1,999 രൂപക്കാണ് നമ്മൾ യോദ്ധ നീറ്റ് ടെസ്റ്റ് സീരീസ് ബാച്ച് എന്ന രീതിയിൽ. ഇതിൽ അധ്യാപകരുടെ ക്ലാസ് ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. 1,999 രൂപക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആകും. അപ്പോൾ ഗൈസ്, ഈ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, താഴെ ഉണ്ടാകും, ലിങ്കിൽ ഉണ്ടാകും. അതിനകത്തുനിന്ന് എടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ആൻഡ് ഗൈസ്, ബാച്ച് എന്നൊക്കെ പറയുന്നത് ആവശ്യമുള്ളവർക്ക് മാത്രമുള്ള കാര്യമാണ്. ചില കുട്ടികൾക്ക് നീഡ് ഉണ്ടാകും. അതുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ ടെസ്റ്റ് സീരീസ് എടുക്കണമെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല. നിങ്ങൾ ഓൾറെഡി പഠിച്ച ആളുകളാണ്. ഓൾറെഡി എല്ലാം അറിയാമെങ്കിൽ നിങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ രീതിയിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. മക്കളെ, നമുക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. നമുക്ക് സന്തോഷത്തോടെ മെയ് 4 എക്സാം കഴിഞ്ഞിറങ്ങുമ്പോൾ സന്തോഷത്തോടെ, മനസ്സമാധാനത്തോടെ ജീവിതത്തിൻ്റെ അച്ചീവ്മെൻറ്റിലേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റണം. പിന്നീട് ആജീവനാന്തം മുഴുവൻ നമുക്ക് നമ്മുടെ സന്തോഷത്തിൽ ജീവിക്കാൻ പറ്റണം. അതുമാത്രമാണ് നമ്മുടെ ലക്ഷ്യം. മക്കളെ, നിങ്ങളെ കൊണ്ട് പറ്റും. ഇത് പഠിപ്പികൾക്കുള്ളത് മാത്രമൊന്നുമല്ല, ഏത് താഴേക്കിടയിലുള്ള ആളുകൾക്കുള്ളതുമാണ്. നീറ്റ് എന്ന് പറയുന്നതും ഏത് മത്സര പരീക്ഷകളും നമ്മളൊന്ന് തയ്യാറായാൽ മതി. നമ്മൾ തയ്യാറാവാത്തത് കൊണ്ടാണ് തയ്യാറായ ആളുകൾ റിസൾട്ടുമായിട്ട് പോകുന്നത്. നമ്മൾ തയ്യാറാവണം. നമ്മൾ ഓരോ തവണയും പറഞ്ഞുകൊണ്ടിരിക്കണം, യെസ്
ഐ ക്യാൻ ആൻഡ് ഐ വിൽ. ഒരു തവണ കൂടെ പറഞ്ഞേ, ഐ ക്യാൻ ആൻഡ് ഐ വിൽ. നമ്മൾ അച്ചീവ് ചെയ്തിരിക്കും. ഐ ക്യാൻ ആൻഡ് ഐ വിൽ. മക്കളെ, നമ്മുടെ ബാച്ചും സീരീസും ഒക്കെ ആവശ്യമുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതാണ്. എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല, പലർക്കും നീഡ് ഉണ്ടാവും. അതുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം നിങ്ങളെ അറിയിച്ചത്. നിങ്ങളാരും അതിനകത്ത് ജോയിൻ ചെയ്യണമെന്ന് നമുക്ക് യാതൊരു നിർബന്ധവുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം മക്കളെ, നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണം. ഈ 4-ന് നമ്മൾ എക്സാം കഴിഞ്ഞിറങ്ങുമ്പോൾ സന്തോഷത്തോടെ സമാധാനത്തോടെ എൻ്റെ കുട്ടികൾക്ക് ഇറങ്ങി വരാൻ പറ്റണം. പിന്നീട് ആ ജീവനാന്തം മുഴുവൻ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്ത സന്തോഷത്തോടെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റണം. നിങ്ങളെല്ലാവരും ജീവിതത്തിൻ്റെ വിജയത്തിലേക്ക് കാലെടുത്ത് വെക്കണം. നമ്മളെ കൊണ്ട് പറ്റുമെടാ, നമ്മളെ കൊണ്ട് പറ്റും. നമ്മൾ പറ്റില്ല എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് നമ്മളിൽ പലരും എത്താതെ പോകുന്നത്. നമ്മൾ തയ്യാറാവാത്തത് കൊണ്ടാണ് തയ്യാറായി വരുന്ന പലരും റാങ്കുമായിട്ട് പോകുന്നത്. യെസ്, ഈ തവണ നമ്മൾ നേടും. ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ ഓരോരുത്തരും കമൻറ്റ് ചെയ്യണം, യെസ് ഐ ക്യാൻ ആൻഡ് ഐ വിൽ. നിങ്ങൾ ഓരോ തവണ കമൻറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ അത് ഉറപ്പിക്കും. എന്നെക്കൊണ്ട് പറ്റുമെന്ന യാഥാർത്ഥ്യം ഉറപ്പിക്കും. മക്കളെ, ഇനി ഒരുപാട് വീഡിയോകളുമായിട്ട് നമുക്ക് കാണാം. സന്തോഷത്തോടെ, സ്നേഹത്തോടെ.